സഖാവ് ഷീനോ തൊട്ടുപാറ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ നെല്ലിക്കോട് ഡിവിഷനിൽ നിന്ന് 10ാം ഡിവിഷനിൽ നിന്ന് ജനവിധി തേടുകയാണ്. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക സംഘത്തിന്റെ പ്രവർത്തകനും എല്ലാമായി ഒരു പ്രദേശത്തിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ഷീനോ തൊട്ടുപാറ. അവിടുത്തെ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി, വിവിധങ്ങളായ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം സജീവ സാന്നിധ്യം. ഇതെല്ലാമായി ഒരു പ്രദേശത്തെ മനുഷ്യരുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം നേടിയ പൊതുപ്രവർത്തകനാണ് ഷീനോ. അതിനു പുറമെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ സൈബർ സാന്നിധ്യമായ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സൈബർ പോരാളി കൂടിയാണ് സഖാവ് ഷീനോ. ഈ നിലകളിലെല്ലാം ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം നേടിയ ഷീനോ തൊട്ടുപാറ നെല്ലിക്കോട് 10ാം ഡിവിഷനിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുകയാണ്. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ UDFന്റെ ഭരണം ഈ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ മേഖലകളെയും വികസനത്തിന്റെ എല്ലാ സാധ്യതകളെയും തകർത്തിരിക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വലിയ നിലയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ നാട്ടിലാകെ നടത്തുകയാണ്. റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഒരു ദിവസം 26 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നാണ് കണക്കുകൂട്ടൽ. നമ്മുടെ ബേപ്പൂർ മണ്ഡലത്തിലാണെങ്കിൽ നമ്മുടെ MLA ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ സഖാവ് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ വിസ്മയകരമായ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിലാകെ നടന്നത്. ഈ സാധ്യതകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നതിന് പകരം രാഷ്ട്രീയമായ വിരോധം വെച്ച് MLAയോടും ഇടതുപക്ഷ പ്രസ്ഥാനത്തോടും ഉള്ള നിലപാട് സ്വീകരിക്കുകയാണ് UDF ഭരണസമിതി ചെയ്തത്. അതുകൊണ്ട് നമുക്ക് രാമനാട്ടുകര വലിയ വികസന സാധ്യതകളാണ്. കോഴിക്കോട് നഗരത്തിൽ വികസിച്ചു വരുന്ന ഏറ്റവും വലിയ നഗരമായി രാമനാട്ടുകര മാറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മാറുമ്പോൾ നാട്ടിലാകെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വലിയ സാധ്യതകളെ രാമനാട്ടുകരക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയണം, രാമനാട്ടുകരക്കും ലഭിക്കണം. അതിന് സഖാവ് ഷീനോ തൊട്ടുപാറക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും അതിലൂടെ രാമനാട്ടുകരയിൽ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി അധികാരത്തിൽ വരുത്തുകയും ചെയ്യാൻ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.